ഫാബ്സോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാർ പുറത്തു പോകുമ്പോൾ റോഡരികിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചത് കാണാറില്ലേ? ഇവിടെ നോക്കൂ, ഏതെല്ലാം ആകൃതിയിലാണ് സൂചനാ ബോർഡുകൾ കാണപ്പെടുന്നത്? ത്രികോണം, ചതുരം, വൃത്തം, പിന്നെയോ? ഇപ്പോൾ കാണുന്ന രൂപത്തിന് എത്ര വശങ്ങളുണ്ട്? അടുത്തതിനോ? പേരുകൾ പറയാൻ പറ്റുന്നില്ലേ? എങ്കിൽ ഇത്തരം രൂപങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, കുത്തുകൾ യോജിപ്പിച്ച് പലതരം രൂപങ്ങൾ വരച്ചിരിക്കുന്നു. ഒന്നാമത്തെ ചിത്രം ഏതാണ്? അതെ, ത്രികോണം. ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? 3 മൂലകളുണ്ട്, 3 വശങ്ങളുണ്ട്. നോക്കൂ, ഇതൊരു അടഞ്ഞ രൂപമല്ലേ? അപ്പോൾ 3 വശങ്ങളും 3 മൂലകളുമുള്ള അടഞ്ഞ രൂപമാണ് ത്രികോണം. ഇനി അടുത്ത ചിത്രം നോക്കൂ. 4 വശങ്ങൾ, 4 മൂലകൾ. എന്നാൽ ഇതൊരു ചതുരമാണോ? അല്ല. ഇത്തരത്തിൽ 4 വശങ്ങളും 4 മൂലകളുമുള്ള അടഞ്ഞ രൂപങ്ങളെ നാം ചതുർഭുജം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ചതുരം ഒരു ചതുർഭുജം തന്നെയാണ് കേട്ടോ. അടുത്ത രൂപത്തിലാകട്ടെ 5 വശങ്ങളും 5 മൂലകളോടും കൂടിയ അടഞ്ഞ രൂപം. ഈ രൂപത്തിൻ്റെ പേരെന്തായിരിക്കും? അതെ, പഞ്ചഭുജം. അരിഞ്ഞു വെച്ച വെണ്ടക്ക കണ്ടിട്ടില്ലേ? അതിൽ ഈ രൂപം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി പറയൂ, 6 വശങ്ങളും 6 മൂലകളുമുള്ള രൂപത്തിൻ്റെ പേരെന്താണ്? ഷഡ്ഭുജം. തേനീച്ചക്കൂട്ടിലെ ഓരോ അറകളും ഈ ആകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ വശങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് സപ്തഭുജം, അഷ്ടഭുജം, നവഭുജം തുടങ്ങിയ രൂപങ്ങളെയെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഇത്തരത്തിൽ 3 അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളെ പൊതുവെ ബഹുഭുജങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നു നമ്മൾ ഏതെല്ലാം ബഹുഭുജങ്ങളെ പരിചയപ്പെട്ടു? ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം, അങ്ങനെ. അനഘയ്ക്കൊരു സംശയം, വൃത്തം ഒരു ബഹുഭുജമാണോ എന്ന്. ആണോ? ബഹുഭുജത്തിൻ്റെ നിർവചനത്തിൽ നിന്ന് തന്നെ ഈ കാര്യം വ്യക്തമാണല്ലോ. വൃത്തത്തിന് നേർരേഖയിലുള്ള വശങ്ങളോ കോണുകളോ ഇല്ല. അപ്പോൾ വൃത്തം ഒരു ബഹുഭുജമല്ല. ഇനി നമുക്ക് ബഹുഭുജങ്ങളുടെ മറ്റു പ്രത്യേകതകളിലേക്ക് കടക്കാം. ഏറ്റവും ലളിതമായ ബഹുഭുജം ഏതാണ്? വെരി ഗുഡ്, ത്രികോണം. നമുക്കറിയാം, ത്രികോണത്തിന് 3 കോണുകളാണുള്ളത്. ഈ 3 കോണുകളും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? അതെ, 180 ഡിഗ്രി. എങ്കിൽ മറ്റു ബഹുഭുജങ്ങളിൽ കോണുകളുടെ തുക എത്രയായിരിക്കും? നമുക്ക് നോക്കാം. നോക്കൂ, ഈ ചതുർഭുജത്തിന് വികർണം വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇപ്പോൾ ചതുർഭുജം 2 ത്രികോണങ്ങൾ ചേർന്ന രൂപമാണ്. അങ്ങനെയെങ്കിൽ ചതുർഭുജത്തിൻ്റെ 4 കോണുകളുടെ തുക എന്നത് ഈ 2 ത്രികോണങ്ങളുടെയും കോണുകളുടെ തുക തന്നെയല്ലേ? അപ്പോൾ ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക സമം 180 കൂട്ടണം 180 സമം 360 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് 2 ഗുണനം 180 എന്ന് എഴുതാലോ. 2 ഗുണനം 180 സമം 360 ഡിഗ്രി. ഇനി നമുക്ക് പഞ്ചഭുജത്തിൻ്റെ കാര്യം നോക്കാം. പഞ്ചഭുജത്തിനെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ചതുർഭുജവും ഒരു ത്രികോണവുമാക്കി മാറ്റിയാൽ കോണുകളുടെ തുക ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുകയുടെയും ത്രികോണത്തിൻ്റെ കോണുകളുടെ തുകയുടെയും ആകെ തുകയാകില്ലേ? അതായത് 360 കൂട്ടണം 180 എത്ര കിട്ടും? 540 ഡിഗ്രി എന്ന് കിട്ടും. എന്നാൽ പഞ്ചഭുജത്തിലെ ഒരു മൂലയിൽ നിന്നും ഇരുവശത്തായുള്ള 2 മൂലകൾ ഒഴിച്ച് മറ്റു മൂലകളിലേക്ക് യോജിപ്പിച്ചാൽ 3 ത്രികോണങ്ങൾ ചേർന്ന രൂപമാക്കി മാറ്റാം. ഇപ്പോൾ കോണുകളുടെ തുകയെ 3 ത്രികോണങ്ങളുടെയും കോണുകളുടെ ആകെ തുകയായി കണക്കാക്കാം. അതായത് 180 കൂട്ടണം 180 കൂട്ടണം 180 സമം 540 ഡിഗ്രി.
ഇതിനെ 3 ഗുണനം 180 സമം 540 ഡിഗ്രി എന്നും എഴുതാം. ഇനി നോക്കൂ, ഷഡ്ഭുജമായപ്പോൾ ഇത്തരത്തിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ടാകും? അതെ, 4 ത്രികോണങ്ങൾ. അപ്പോൾ കോണുകളുടെ തുക സമം 4 ഗുണനം 180 ഡിഗ്രി സമം 720 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഈ പട്ടിക നോക്കൂ. ബഹുഭുജത്തിൻ്റെ പേര്, വശങ്ങളുടെ എണ്ണം, ത്രികോണങ്ങളുടെ എണ്ണം, കോണുകളുടെ തുക എന്നീ കാര്യങ്ങൾ പട്ടികയിൽ തന്നിരിക്കുന്നു. ബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണവും ഓരോന്നിലെയും ത്രികോണങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെ, വശങ്ങളുടെ എണ്ണത്തേക്കാൾ 2 കുറവാണ് ത്രികോണങ്ങളുടെ എണ്ണം. കോണുകളുടെ തുക എഴുതിയ കോളം നോക്കൂ. വശങ്ങളുടെ എണ്ണത്തേക്കാൾ 2 കുറവായ സംഖ്യയെ 180 കൊണ്ട് ഗുണിച്ചാണ് കോണുകളുടെ തുക കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഏതൊരു ബഹുഭുജത്തിലെയും വശങ്ങളുടെ എണ്ണം അറിയാമെങ്കിൽ കോണുകളുടെ തുക കണ്ടെത്താമല്ലോ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബഹുഭുജത്തിന് n വശങ്ങളാണെന്നിരിക്കട്ടെ. അതിനെ എത്ര ത്രികോണങ്ങളാക്കി മാറ്റാം? അതെ, n-2. അപ്പോൾ കോണുകളുടെ തുക സമം n-2 ഗുണനം 180 ഡിഗ്രി ആകും അല്ലേ? അതായത് n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക n-2 ഗുണനം 180 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ അല്ലേ? എങ്കിലിതാ ഈ ചോദ്യം നോക്കൂ. 22 വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്രയാണ്? ഇവിടെ വശങ്ങളുടെ എണ്ണം n സമം 22 ആണ്. കോണുകളുടെ തുക n-2 ഗുണനം 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. എങ്കിൽ തന്നിരിക്കുന്ന ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക സമം 22 കുറയ്ക്കണം 2 ഗുണനം 180, അതായത് 20 ഗുണിക്കണം 180, 3600 ഡിഗ്രി എന്ന് കിട്ടും. എളുപ്പമല്ലേ? മറ്റൊരു ചോദ്യം കൂടെ നോക്കാം. ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 8100 ഡിഗ്രി. അതിന് എത്ര വശങ്ങളുണ്ട്? ഇവിടെ കോണുകളുടെ തുക സമം 8100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. വശങ്ങളുടെ എണ്ണം n ആയാൽ കോണുകളുടെ തുക n-2 ഗുണനം 180 ഡിഗ്രി ആണല്ലോ. ഇവിടെ n-2 ഗുണനം 180 ഡിഗ്രി സമം 8100 ആണ്. ഇതിൽ നിന്നും n-2 സമം 8100 ഹരിക്കണം 180 എന്നും n സമം 8100 ഹരിക്കണം 180 കൂട്ടണം 2 എന്നും കിട്ടും. ഇത് പരിഹരിച്ചാൽ n സമം 45 കൂട്ടണം 2, അതായത് 47 എന്ന് ലഭിക്കും. അതായത് 47 വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുകയാണ് 8100 ഡിഗ്രി. മനസ്സിലായല്ലോ അല്ലേ? എങ്കിൽ ബഹുഭുജത്തിൻ്റെ മറ്റു പ്രത്യേകതകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചോദ്യം 1. ബഹുഭുജങ്ങൾ എന്നാൽ എന്ത്? ഉത്തരം: 3 അതിലധികമോ വശങ്ങളുള്ള അടന്ന രൂപങ്ങളാണ് ബഹുഭുജങ്ങൾ. ചോദ്യം 2. 6 വശങ്ങളുള്ള ബഹുഭുജത്തിനെ എന്ത് പറയുന്നു? ഉത്തരം: ഷഡ്ഭുജം. ചോദ്യം 3. ചതുർഭുജങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. ഉത്തരം: ചതുരം, സമചതുരം, സാമാന്തരികം, സമഭുജസമാന്തരികം. ചോദ്യം 4. n വശമുള്ള ബഹുഭുജത്തിലെ അന്തരകോണുകളുടെ തുക ഈക്വൽ ടു. ഉത്തരം: ഈക്വൽ ടു n-2 ഇൻറ്റു 180. ചോദ്യം 5. 17 വശങ്ങളുള്ള ബഹുഭുജത്തിലെ ആന്തരകോണുകളുടെ തുക ഈക്വൽ ടു. ഉത്തരം: 17 - 2 ഇൻറ്റു 180
ഈക്വൽ ടു 15 ഇൻറ്റു 180 ഈക്വൽ ടു 2700. ചോദ്യം 6. 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്? ഉത്തരം: വശങ്ങൾ ഈക്വൽ ടു 52, കോണുകളുടെ തുക ഈക്വൽ ടു n-2 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു 52 - 2 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു 50 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു 9000 ഡിഗ്രി. ചോദ്യം 7. ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 8100. അതിന് എത്ര വശങ്ങളുണ്ട്? ഉത്തരം: വശങ്ങൾ ഈക്വൽ ടു n, കോണുകളുടെ തുക ഈക്വൽ ടു 8100. n-2 ഇൻറ്റു 180 ഈക്വൽ ടു 8100. n-2 ഈക്വൽ ടു 8100 ഡിവൈഡഡ് ബൈ 180 ഈക്വൽ ടു 45 + 2. n ഈക്വൽ ടു 47. ചോദ്യം 8. ഏതെങ്കിലും ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1600 ഡിഗ്രി ആകുമോ? 900 ഡിഗ്രി ആകുമോ? ഉത്തരം: 1600 എന്ന സംഖ്യ 180ന്റെ ഗുണിതമല്ലാത്തതിനാൽ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക ആവില്ല. 900 എന്ന സംഖ്യ 180ന്റെ ഗുണിതമായതിനാൽ 900 ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുകയാകും. ചോദ്യം 9. 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? ഉത്തരം: 20 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക ഈക്വൽ ടു 20 - 2 ഇൻറ്റു 180 ഈക്വൽ ടു 18 ഇൻറ്റു 180 ഈക്വൽ ടു 3240. ഒരു കോണിന്റെ അളവ് ഈക്വൽ ടു 18 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു 162 ഡിഗ്രി. ചോദ്യം 10. ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1980 ഡിഗ്രി. വശങ്ങളുടെ എണ്ണം 1 കൂടുതലായ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്? വശങ്ങളുടെ എണ്ണം 1 കുറവായാലോ? ഉത്തരം: ഒരു ബഹുഭുജത്തിന് ഒരു വശം വർദ്ധിക്കുമ്പോൾ കോണുകളുടെ തുക 180 ഡിഗ്രി വർദ്ധിക്കുന്നു. കോണുകളുടെ തുക ഈക്വൽ ടു 1980 പ്ലസ് 180 ഈക്വൽ ടു 2160. ബഹുഭുജത്തിന്റെ വശം കുറയുമ്പോൾ കോണുകളുടെ തുക 180 ഡിഗ്രി കുറയുന്നു. ആയതിനാൽ കോണുകളുടെ തുക ഈക്വൽ ടു 1980 മൈനസ് 180 ഈക്വൽ ടു 1800 ഡിഗ്രി. ചോദ്യം 11. 10 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു ശീർഷത്തിൽ നിന്ന് മാത്രമുള്ള പരമാവധി വികർണങ്ങൾ വരച്ചാൽ എത്ര ത്രികോണങ്ങൾ ലഭിക്കും? ഉത്തരം: വികർണങ്ങൾ ഈക്വൽ ടു n-3 ഈക്വൽ ടു 10 - 3 ഈക്വൽ ടു 7. ത്രികോണങ്ങളുടെ എണ്ണം ഈക്വൽ ടു n-2 ഈക്വൽ ടു 10 - 2 ഈക്വൽ ടു 8. ചോദ്യം 12. ഏതെങ്കിലും ബഹുഭുജത്തിന്റെ ബാഹ്യകോൺ 13 ഡിഗ്രിയാകാൻ സാധ്യതയുണ്ടോ? ഉത്തരം: ഇല്ല.
360 ഡിവൈഡഡ് ബൈ 13 ഒരു പൂർണ്ണസംഖ്യയല്ല.